മാർച്ച് ആദ്യമാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിക്കുന്നത്. തുടർന്ന് യുദ്ധസമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ. ഇതൊരു ലോകയുദ്ധമായി മാറുമോ എന്ന ആശങ്ക പോലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംഘർഷാവസ്ഥ വളർന്ന് നമ്മുടെ അടുക്കളയിലെ ഗ്യാസിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു. ഈ യുദ്ധം അവസാനിക്കുമോ, അല്ലെങ്കിൽ ആര് ജയിക്കും? ഇതാണ് ബോണസ് കണ്ടന്റ് ഇത്തവണ പരിശോധിക്കുന്നത്. എന്തിനാണ് ഈ സംഘർഷം തുടങ്ങിയത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം നിൽക്കുന്നത്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ആരും ജയിക്കും. ട്രംപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഖമനയാള് മോശക്കാരനാണ്, ഖമനയെ ഏത് വിധത്തിലും താഴെ. ഇത് സർവനാശത്തിലേക്കുള്ള വഴി തുറന്നിട്ട് ആര് ജയിക്കും എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഇതിന് എവിടെ നിർത്തണം എന്നുള്ളത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോട്ടപ്പള്ളി എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കാൻ ഈ സംഘർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും യുദ്ധം ഒരു ആശങ്കയാണ്. നമ്മൾ ഈ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സംഘർഷങ്ങൾ നടക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ശരിക്കും നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതായത് ഈ സംഘർഷം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഇതൊരു ക്രിക്കറ്റ് കളി കാണുന്ന ലാഘവത്തോടെയാണ് ആളുകൾ കണ്ടത്. അതായത് ഇറാനിലേക്ക് കുറേ മിസൈലുകൾ അയക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, ഇത് അവിടെ ഇത്ര വീണു, ഇവിടെ ഇത്ര വീണു. ഇപ്പോൾ പല സ്ഥലത്തും റിപ്പോർട്ടിങ്ങുകളിൽ പോലും അങ്ങനെ വിമർശനം നേരിട്ടു. പക്ഷെ ആ സമയത്തൊക്കെ ഇവിടെ എവിടെയെങ്കിലും സംഘർഷം നടന്നാൽ നമുക്ക് എന്താണ്, ഈ കോൺഫ്ലിക്റ്റ് നടന്നാൽ നമുക്ക് എന്താണ് എന്നുള്ളൊരു പരിഹാസമായിരുന്നു പൊതുവിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ പരിഹാസം അല്ലെന്നും അത് നമ്മുടെ ഭക്ഷണത്തെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്നും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇത് അവസാനിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഒരു പൊതു ആവശ്യമായി മാറിയിട്ടുണ്ട്. നേരത്തെ ഇത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് കോഴിക്കോട്ടത്തെ ശ്മശാനത്തിൽ ദഹിപ്പിക്കാനെത്തുന്ന മൃതശരീരം തിരികെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഈ സാധനം നമ്മളെ ബാധിച്ചു എന്ന് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് ഒരു ചെറിയ ന്യൂനപക്ഷം ആളുകൾ നേരത്തെ ഇത് പറയുന്നുണ്ട്, പക്ഷെ ഭൂരിപക്ഷം ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവസാനിക്കണം എന്നുള്ളത് ഈ നമ്മുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ആവശ്യമായി മാറും. ഇത് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇതിൽ പിന്നെ എന്താണ് ഇതിൻ്റെ ഔട്ട്കം വരിക എന്നുള്ളതാണ്. പ്രധാന ചിന്തകരും രാഷ്ട്രീയ വിമർശകരും ഒക്കെ പറയുന്നത് ഇത് ട്രംപിൻ്റെ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഫാളായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ തന്ത്രങ്ങൾ പറ്റിയ തെറ്റാണെന്ന്. അതെങ്ങനെ കാണും? അത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തിനാണ് ഈ സംഘർഷം തുടങ്ങിയത്? അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. ഈ സംഘർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആരോപണം വരുന്നു. ഇറാൻ അവിടെ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം നടത്തുന്നു, അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഇറാൻ പറഞ്ഞു, ഞങ്ങൾ വെപ്പൺ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ സ്വാഭാവികമായിട്ടും അനുമതി വേണം, അത് ഞങ്ങളുടെ ഊർജ്ജ സ്രോതസ്സാണ്, നമുക്കതിന് വേണം. നിങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയെ കൊണ്ടുവന്ന്, അറ്റോമിക് എനർജി ഏജൻസിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുകയോ അവിടെ പരിശോധിച്ചോ, എന്നിട്ട് നിങ്ങൾ വിലയിരുത്ത്, ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അങ്ങനെയല്ല, ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ പരിപാടി മുഴുവൻ. ഇസ്രായേൽ എപ്പോഴും അണ്ടർഗ്രൗണ്ടിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇത് അണ്ടർഗ്രൗണ്ടിലെ പരിപാടിയാണ്, ഞങ്ങളുടെ രാജ്യത്തിന് ഇത് ഭയങ്കര ഭീഷണിയാണ്, അതുകൊണ്ട് ഏത് വിധേനയും ഇത് പ്രശ്നം, ഈ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാണല്ലോ സംഘർഷം തുടങ്ങുന്നത്. പക്ഷേ ഈ സംഘർഷത്തിൻ്റെ ഒരു പോയിന്റിൽ അറ്റോമിക് ഏജൻസി നടത്തിയ പരിശോധനയിൽ അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നതിന്റെ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. അതല്ല ബേസിക് ആയിട്ട് യുദ്ധത്തിന്റെ കാരണം ഇതാണ് പറഞ്ഞത്. ഇത് ഇസ്രായേൽ പറഞ്ഞ കാരണമാണ്. അമേരിക്ക പറഞ്ഞ കാരണം ട്രംപ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഖമനയാള് മോശക്കാരനാണ്, ഖമനയെ ഏത് വിധത്തിലും താഴെ, ഈ റെജീം ചേഞ്ച് വേണമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപെടലുകളുണ്ടായി. ആദ്യം അവിടുത്തെ ഇറാനിയൻ ജനതയുടെ ഫോണിൽ മെസ്സേജ് വന്നു, അനോണിമസ് ആയിട്ട് കുറെ മെസ്സേജ് വന്നു. പിന്നീട് അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം വന്നു. ഒടുവിൽ ഖമനയെ കൊല്ലപ്പെടുന്ന സാഹചര്യം വന്നു. ഒറ്റ അറ്റാക്കാണ് ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായി ആസൂത്രിതമായി നടന്നത്. അത് പ്രിസിഷൻ സ്ട്രൈക്ക് ആയിരുന്നു. ആ ഒറ്റ അറ്റാക്കിൽ തന്നെ ഖമനയി കുടുംബം ഒന്നടങ്കം നശിച്ചുപോയി. ആ അറ്റാക്കായിരുന്നു ശരിക്കും അമേരിക്ക പ്ലാൻ ചെയ്തത്. ഇപ്പൊ ഇതിന് എവിടെ നിർത്തണം എന്നുള്ളത് സംബന്ധിച്ച് അമേരിക്കയ്ക്കും ധാരണയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ജിയാങ് ഷുക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് തത്വചിന്തകൻ, അധ്യാപകൻ, പുള്ളി ഒരു ഫേമസ് ആയിരിക്കുകയാണ്. ചൈനീസ് റോട്ടർഡാം എന്നൊക്കെ പറയുന്ന പുള്ളിയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രവചനങ്ങളൊക്കെ ശരിയാകുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഈ ഇറാൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവചനം പറഞ്ഞ് ഇത് അമേരിക്കയ്ക്ക് ഒരു വലിയ ഡൗൺഫാൾ ആവും എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ അമേരിക്കൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സുകളും തമ്മിലുള്ള തർക്കത്തിനകത്ത് കഴിഞ്ഞ ദിവസം അവിടെ കൗൺസിലിൽ ഇത് പരാജയപ്പെട്ടു. ഈ പ്രമേയ യുദ്ധം, അതായത് അവരാവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ സംഘർഷം തുടങ്ങി അമേരിക്ക ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രൂവൺ ആയ സമയത്ത് തന്നെ
ട്രംപ് അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർ ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസ് ഇത് ചർച്ച ചെയ്യണം. നിങ്ങൾ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടം അതിന് അനുമതി നൽകണം, അവിടെ റെസൊല്യൂഷൻ പാസ്സാവണം, വാർ റെസൊല്യൂഷൻ നിങ്ങൾ കോൺഗ്രസിൽ വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് തയ്യാറായില്ല. ഇനി ആക്രമണം തുടർന്നു. പിന്നീടാണ് ഈ വാർ റെസൊല്യൂഷൻ വെച്ചത്. സ്വാഭാവികമായിട്ട് അത് പരാജയപ്പെട്ടു. 2 വോട്ടിനാണ് അത് പരാജയപ്പെട്ടു പോയത്. 13-15 അത് പരാജയപ്പെട്ടു. പക്ഷേ അപ്പോഴും പ്രശ്നം, നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? എന്തിനാണ് അമേരിക്ക ഇറാനിൽ യുദ്ധം ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയില്ല. ഖമനയെ വധിക്കാനാണെങ്കിൽ ഖമനയെ വധിച്ചില്ലേ? അല്ല, അവിടുത്തെ റിപ്പബ്ലിക്കൻസിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം പറയുന്നത് ഈ ഇസ്രായേലിന്റെ സമ്മർദ്ദം, അതെ, ഈ ജൂത സമ്മർദ്ദം എന്നൊക്കെ, സയനിസ്റ്റ് സമ്മർദ്ദം എന്നൊക്കെയാണ് പറയുന്നത്. അതെ. ഈ പിന്നെ ടക്കർ കാൾസനെ പോലെയുള്ളവർ ഇതിനെ പരസ്യമായി എതിർക്കുകയും ഈ യുദ്ധത്തിന്റെ തീരുമാനം എടുക്കുന്നതിന് മുമ്പിട്ട് 3 പ്രാവശ്യം മറ്റോ ട്രംപിനെ കണ്ടു എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തിടപ്പെട്ടത്, അല്ലെങ്കിൽ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു അന്വേഷണ ലേഖനം എഴുതിയിരുന്നു, ഒരു 4-5 മാധ്യമപ്രവർത്തകർ. അതിൽ പറയുന്നത് കറക്റ്റാണ്. ഈ പിന്നെ അവിടുത്തെ പിന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ പ്രതിരോധ ഉപദേഷ്ടാവ് പോലും ഇത് നമുക്കൊരു അറ്റാക്ക് നടത്താം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ നടത്താം എന്നുള്ളത് പറയുമ്പോൾ പോലും ഈ വൈസ് പ്രസിഡന്റ് പോലും ഒരു അർദ്ധസമ്മതം നൽകുമ്പോൾ ഈ പിന്നെ നെതന്യാഹുവിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അവര് പ്രതീക്ഷിച്ചത് ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം റെജീം ചേഞ്ച് എന്നുള്ളതായിരുന്നു അവരുടെ ബേസിക് ഉള്ളത്. അതായത് ഇസ്രയേലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഇസ്രയേലിനെ എപ്പോഴും അത് പിടുത്തമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ അധികാരത്തിലേറ്റണം എന്നുള്ളതായിരുന്നു നെതന്യാഹുവിന്റെ ആഗ്രഹം. അത് കുറെ കാലങ്ങളായി നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഖമനയ്ക്ക് പകരം ഇപ്പം മൊജ്ദാബ് ഖമനയി വന്നു. അവരുദ്ദേശിച്ച ഭരണ ചേഞ്ച് ഉണ്ടായില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തില്ല. അന്നത്തെ ആ ഖമനയി വധത്തിന് പിന്നാലെ വലിയ വാർത്തകൾ പിന്നെയും പ്രചരിച്ചത്, പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. നജാദ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ഇറാനിയൻ ജനത കാണിച്ചത് ഇവർ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ അമേരിക്ക പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായിരുന്നു. ഇതിലാണ് ഇവർക്ക് ശരിക്കും അടി. അത് എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ ഇപ്പോൾ മഡൂറയെ അവിടെ എത്തി തിരിച്ചു പിന്നെ അയാളെ പിന്നെ തട്ടിക്കൊണ്ടുവന്ന് ഒരു സംഭവം ഉണ്ടായി, ട്രംപ് നടത്തി. അതിന്റെ ഒരു ആത്മവിശ്വാസം ട്രംപിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പായും ഇറാനിലും നമുക്ക് ആ മാറ്റം വരുത്താം എന്നുള്ളത് അയാൾ കരുതിയിരുന്നു. പക്ഷേ ഈ പിന്നെ നമ്മുടെ ഈ ചൈനീസ് ഗവേഷകൻ ജിയാൻ ഷൂക്ക് തന്നെ പറയുന്നുണ്ട്, ഈ അമേരിക്ക ഈ പിന്നെ ചിലപ്പോൾ പിന്നെ 5-6 മാസം എടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇറാൻ്റെ നേതൃത്വം, ഭരണ നേതൃത്വം ഒരു 20 കൊല്ലമായി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് അവർ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ജൂണിൽ ഇവർ ഒരു എക്സലേഷൻ പിന്നെ ഇസ്രായേലുമായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഈ പിന്നെ അത് പറയുന്നത് തന്നെ, ആ ടൈമിൽ തന്നെ ഇസ്രായേൽ ഈ ഇറാൻ്റെ പിന്നെ മെഷീനറീസ് ഒക്കെ എത്രയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആംസ് എത്രയുണ്ട്, അതൊരു പഠിക്കാൻ വേണ്ടി നടത്തിയ ഒരു അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തിരിച്ചും ഇതേപോലെ ഇറാനും ആ സമയത്ത് എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അക്രമം വരാം എന്നുള്ളത് പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രതികരണം, അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ അമേരിക്ക നേരിട്ട് വന്ന് ഒരു ആക്രമണം നടത്തി വിജയമുണ്ടാക്കി അങ്ങനെയുള്ള ഒരു വലിയ ചരിത്ര സാധനമൊന്നുമില്ല. പക്ഷെ എല്ലാ വാറിന്റെ സൈഡിലും, ഈ പണ്ട് ടോംസിന്റെ കാർട്ടൂണിൽ നായയുടെ കാര്യം പറയുന്ന പോലെയാ, എല്ലാ സ്ഥലത്തും അമേരിക്ക ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും തിരിച്ചടി കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക അപ്പം തന്നെ റിറ്റാലിയേറ്റ് ചെയ്യുന്ന ഒരു പൊതു സമീപനമാണ്. ഇറാൻ ഇവിടെ ചെയ്തത് അതേ സാധനമാണ്. ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചില്ല, പക്ഷേ അമേരിക്കൻ കോൺസുലേറ്റുകൾ ആക്രമിക്കപ്പെട്ടു, അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടു, അമേരിക്കയുടെ എംബസികൾ, പല സ്ഥലത്തുള്ള എംബസികൾ ആക്രമിക്കപ്പെട്ടു, നാവിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്ത് പറയേണ്ട ഒരു സാധനം സ്പെയിൻ എടുത്തൊരു നിലപാടാണ്. സ്പെയിൻ ആദ്യഘട്ടത്തിൽ എടുത്തൊരു നിലപാട്, അതോടൊപ്പം തന്നെ പിന്നെ ബ്രിട്ടൻ പിന്നീട് തീരുമാനിച്ചൊരു നിലപാട്. ഇതൊന്നും ട്രംപ് പ്രതീക്ഷിച്ചല്ല. പ്രത്യേകിച്ച് സ്പെയിനിന്റെ ഒക്കെ നിലപാട് വന്നപ്പോൾ ട്രംപ് ശരിക്കും അത് സ്ട്രക്കണായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിലധികം ഇടപെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്നാമത് ഇതിൽ വേറൊരു കാര്യം, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. അതായത് ഇറാനിൽ ഇങ്ങനെ ഒരു ആക്രമണം ഈ ഗൾഫ് രാജ്യങ്ങളിലെ, നമ്മൾ പറയുന്ന മലയാളികളൊക്കെ ഏതാണ്ട് 30-40 ലക്ഷം പേര് ജോലി ചെയ്യുന്ന മേഖലകളാണ്. കാരണം നമ്മളെ നേരിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടത്തേക്ക് ഒരു അറ്റാക്ക് നടത്തുന്നു, നിരന്തരം അറ്റാക്ക് നടത്തുന്നു. മുമ്പ് പിന്നെ ചെറിയ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. എന്നാലും അവിടെ നടത്തുന്നത് ശരിക്കും ആ ഗൾഫ് രാജ്യങ്ങൾ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ. ഇപ്പം നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻ്റ്, ഒരു സേഫ് ഹേവൻ എന്നൊക്കെ രീതിയിൽ ദുബായും ഒക്കെ കാണുകയാണ്. ഇപ്പം പിന്നെ യൂറോപ്യൻ ഇൻവെസ്റ്റേഴ്സ്, അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ഈ പണക്കാരൊക്കെ അവിടെ പോയി ഫ്ലാറ്റ് വാങ്ങുന്നു, എല്ലാം അതൊരു സാധനമാണ്. പക്ഷേ അവിടത്തേക്ക് ഇറാൻ നിരന്തരം മെസ്സേജിൽ അയക്കുമ്പോൾ
അവരുടെ ഒരു ഭാവി കൂടി അവർക്കൊരു പ്രശ്നമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒന്നും അമേരിക്കൻ സിസ്റ്റത്തിന് ഓഫർ ചെയ്യാനൊന്നും പറ്റില്ല. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രശ്നം, ഇറാനെ ഏകപക്ഷീയമായി ഇവര് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയപ്പോൾ പിന്നാലെ ഹെസ്ബുള്ള പോലെ മറ്റ് മിലിറ്റന്റ് അല്ലെങ്കിൽ ഹാഫ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം, ഇരു കൂട്ടർക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച നഷ്ടങ്ങളെ കുറിച്ച് അത് പലതും പറയുന്നുണ്ട്. അതായത് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പോലും ഇസ്രായേലിൽ നിന്ന് വരുന്നില്ല. പക്ഷെ ഞാൻ ചില മലയാളി ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ നഴ്സുമാരെ ജോലി ചെയ്യുന്നത്, അവരൊക്കെ പറയുന്നത് നിരന്തരം മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അത് ഡോം കൊണ്ട് തടയുന്നുണ്ടെങ്കിലും ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല ചില വിഷ്വൽ, ഇപ്പോൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ചില വിഷ്വലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായി ഞാൻ ഇപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ആരും ജയിച്ചിട്ടില്ല. രണ്ടു കൂട്ടർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ആർക്കാണ് കൂടുതൽ നഷ്ടം? ഈ അമേരിക്ക തന്നെ പിന്നെ അവിടുത്തെ റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ ഇടപെട്ട സ്ഥലങ്ങളിലൊന്നും അവർ വിജയിച്ചിട്ടില്ല. നമ്മളങ്ങ് വിയറ്റ്നാമിന്റെ ചരിത്രം തൊട്ട് നോക്കണം. വിയറ്റ്നാം ചരിത്രം, പിന്നെ ഈ ഏറ്റവും അവസാനം ഈ ട്വിൻ ടവർ ആക്രമണത്തിന് ശേഷം ബില്ലാദനെ പിടിക്കാൻ അവിടുത്തെ റെജീം ചേഞ്ച് പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ അവർ പിൻവാങ്ങിയ ശേഷം എന്താ സംഭവിച്ചത് അവിടെ? അതും ഈ ബില്ലാദനെ ഇവരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ കിട്ടിയത്? ഈ പാകിസ്ഥാന്റെ പിന്നെ സൈനിക താവളത്തിന്റെ അടുത്തു നിന്നല്ല കിട്ടിയത്. ഇവര് ഒരു സ്ഥലത്ത് പോലും ആ റെജീം ചേഞ്ച് കൊണ്ടുവന്നാൽ പോലും ആ രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രോസ്പെരിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെജീം ചേഞ്ച് അവർ ആവശ്യപ്പെട്ടു, റെജീം ചേഞ്ച് ആയി, ഖമനി മാറി, ഖമനിക്ക് പകരം മജിദ് ഖമനി അധികാരത്തിലെത്തി. ഇനി എന്ത് പറഞ്ഞു യുദ്ധം ചെയ്യും? ന്യൂക്ലിയർ വെപ്പൺ ഇല്ല, അത് അറ്റോമിക് എനർജി. നമ്മൾ ഇറാഖിൽ കണ്ടല്ലോ, അവിടെ പിന്നെ മാരക രാസായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇതാക്കിയത്. അവിടെ ഒരു വൈക്കോല് പോലും ഉണ്ടായില്ല. അപ്പൊ ഇതില് ഈ യുദ്ധം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്, യുദ്ധമൊക്കെ കഴിഞ്ഞു, നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞു, ഇനിയിപ്പോ അത് അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ അവസാനിപ്പിക്കാം, ഇതിൽ ഇനി ഒന്നും രണ്ട് ചില്ലറ കാര്യങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ വളരെ, അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു സാമൂഹിക ക്രമത്തെ മുഴുവൻ തകർത്ത് നമ്മുടെ അടുക്കളയിൽ പോലും പ്രശ്നം ഉണ്ടാക്കി കുഴപ്പമുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു യുദ്ധം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര കാര്യം. അത് ഞാൻ എനിക്ക് ഇനി 1-2 പണി കൂടെ ഉണ്ട്, അത് തീർത്താൻ ഞാൻ ഉടനെ നിർത്താം. രണ്ടാമത്തെ തന്നെ ആ എലിമെന്ററി സ്കൂളിൽ അറ്റാക്ക് ചെയ്ത് 120ഓളം വിദ്യാർത്ഥിനികളെ കൊല്ലപ്പെട്ടത്, അതിലൊക്കെ ട്രംപ് വളരെ ഈസിയായി പറയുക, ഞങ്ങളല്ല ഇറാനാ ചെയ്തത്. പക്ഷെ ഇന്ന് ഏറ്റവും അടുത്ത് ന്യൂയോർക്ക് ടൈംസിലെ ഇന്നത്തെ ഒരു വാർത്തയിൽ അത് പിന്നെ അമേരിക്കൻ പിന്നെ ഡ്രോൺസ് തന്നെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് US-ന്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷെ ഇനി ഇതിപ്പം യുദ്ധം എങ്ങനെ അവസാനിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്, ഇറാൻ ഒരു ഓപ്പൺ ഡിസ്കഷന് തയ്യാറാണ്. അവർ ആദ്യം മുതലേ തന്നെ അത് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ആക്രമണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഞങ്ങൾ ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, ഗൾഫ് രാജ്യങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധമില്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. അതിന് കാരണം, പക്ഷേ അതിൻ്റെ കോസ് അവർ വെക്കുന്നുണ്ട്. ഈ ആക്രമണം തുടങ്ങിയത് അവരാണ്, നിർത്തേണ്ടത് അവരാണ്. ഈ ആക്രമണം അവരവസാനിപ്പിച്ചാൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് ന്യായമായ ഒരു ആവശ്യമാണ്. കാരണം ഇതിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒരു ദിവസം രാവിലെ ഇറാനിൽ പോയി അറ്റാക്ക് നടത്തുന്നു, മിസൈൽ കഴിക്കുന്നു, അവരുടെ സ്കൂളിലെ കുട്ടികളെ കൊല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ പറയുന്നത് ഒരു ന്യായമായ ആവശ്യമാണ്. പക്ഷേ ഈ ഇറാന്റെ ആവശ്യത്തിന് തോക്ക് താഴെ വെച്ചു കൊടുത്താൽ അത് രാജ്യാന്തര തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതും ആഭ്യന്തരമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നമാണ്. ഒരുപക്ഷെ ട്രംപിന് വലിയ ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ എന്തിനാ ആക്രമിച്ചതെന്നുള്ള ചോദ്യം കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഉയരുകയും ചെയ്യും. പിന്നെ ഇതില് ആത്യന്തികമായിട്ട് ഈ പിന്നെ നമ്മുടെ സാമ്പത്തിക നിലയിലൊക്കെ വലിയ തളർച്ച ഉണ്ടാവും. കാരണം ഈ കടലിടക്ക് നിൽക്കുന്നതോ പെട്രോളിയത്തിൻ്റെയോ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഈ യുദ്ധം അവസാനിച്ചാൽ തന്നെ ഈ പിന്നെ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം മതിയോ എന്നുള്ളൊരു ചിന്ത അവർക്ക്. അവരുടെ ഇപ്പോഴുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്ന് പറയുന്നത് അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്കത് റീതിങ്ക് ചെയ്യേണ്ടി വരും. റീതിങ്ക് ചെയ്തുകൊണ്ട് ഈ പ്രതിരോധത്തിലേക്കെല്ലാം കൂടുതൽ ബഡ്ജറ്റ് ഇടേണ്ടി വരും. അപ്പോൾ അത് ആത്യന്തികമായിട്ട് അവിടുത്തെ എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും, നമ്മളെയൊക്കെ ബാധിക്കും. നമ്മളെയും ബാധിക്കും. മാത്രമല്ല മൈഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കും. മാത്രമല്ല ഇപ്പം പെട്രോളിയം പ്രൊഡക്റ്റാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത്. പക്ഷെ ഇതല്ലാതെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, നമുക്ക് ഇറക്കുമതി ചെയ്യുന്നത്, നമ്മൾ കയറ്റുമതി ചെയ്യുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ സെൻസെക്സിനെ നോക്കിയാൽ ഇപ്പം ട്രേഡിങ്, നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരൊക്കെ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടെ ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്രേഡിങ് നമ്മൾ ഈ വാർ കോൺഫ്ലിക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡൗൺ ആണ്. ഒരു തരത്തിൽ നമ്മളൊരു വലിയ GDP ആയി വളർന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കും.
ഈ പുതിയ ഇറാന്റെ മേധാവി എന്ന് പറയുന്നത് മധ്യത പുള്ളി പോലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് മുമ്പുണ്ടായിരുന്ന പരമാവധികാരിയെ കുറച്ചുകൂടി ഹാർഡാണെന്ന് പുള്ളി എന്ന് അതെ തോന്നുന്നു. അങ്ങനെ വിമർശനങ്ങൾ അപ്പോൾ ഈ ശരിക്കും ഇവര് റെജീം ചേഞ്ച് എന്ന് പറഞ്ഞ് നടത്തി ശരിക്കും ഇറാനെ ഇന്റേണലായിട്ട് കുറച്ചും കൂടി യുണൈറ്റഡ് ചെയ്യിക്കുകയാണ് എന്നുള്ളതാണ് വരുന്ന ചിത്രം. തത്വത്തിൽ സംഭവിച്ചത് അതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ഒരു രാജ്യത്തേക്ക് കയറുമ്പോൾ ആ രാജ്യത്ത് ഇപ്പം നമ്മൾ XYZ ഏത് രാജ്യമായാൽ പോലും അവിടെ എന്ത് ബാഡായിട്ടുള്ള ഇതുണ്ടായി. ഇപ്പം നമ്മൾ പറയും താലിബാൻ ഇറാൻ്റെ 3 ഇരട്ടി സ്ത്രീവിരുദ്ധത ഉണ്ടാക്കുന്നത്. അവർ രണ്ടാമത് കൊണ്ടുവരാൻ കാരണം എന്താ? അമേരിക്കയുടെ പിന്മാറ്റാണ്. അവരുണ്ട് ആ രാജ്യത്തുണ്ടാവാത്ത ഒരു സ്ത്രീ ഇതിൽ ഈ നമ്മുടെ നാട്ടിലെയും പലരും പറയുന്നു അവിടെ അങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം. അത് പിന്നെ പോസിബിൾ അല്ലല്ലോ, ആ നാട്ടുകാർ തീരുമാനിക്കണ്ടേ. തീർച്ചയായും അതാ ഞാൻ പറഞ്ഞത്. അതായത് നാളെ നമ്മുടെ രാജ്യത്തു നിന്ന് ഒരാളെ ഇതുപോലെ പിടിച്ചോണ്ട് പോയി ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ആക്രമിക്കുന്നവർക്കെതിരെ ഒരുമിക്കുക എന്നുള്ള നിലപാടിലായിരിക്കും ഉണ്ടാവുക. ആ ഒരുമയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരുമയാണ് ഇവർ എക്സ്പെക്ട് ചെയ്യാതിരുന്നത്. അവര് ഇപ്പൊ അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ കരുതിയിരുന്നത് ഖമനൈ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മാറി അവിടുത്തെ ആളുകൾ മുഴുവൻ സ്വാഭാവികമായിട്ട് ഖമനൈ ഭരണകൂടത്തിനെതിരെയൊക്കെ ആളുകൾക്ക് വികാരം ഉണ്ടാവും, വിമർശനം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ആ രാജ്യത്ത് സ്വാഭാവികമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ പുറത്തുനിന്ന് രാജ്യത്തെ വെച്ച് ആക്രമിച്ച് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. ഇത് റെജീം ചെയ്യുന്നതെന്ന് പറയുന്നത് അങ്ങനെ വരുന്നതല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ജനത അവർക്കുള്ള വിയോജിപ്പുകൾ മാറ്റിവെച്ച് നമ്മൾ അവിടെ യോജിപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരും. ആ യോജിപ്പിനെ പ്രതിരോധിക്കാൻ ഈ യുദ്ധത്തിന് കഴിയില്ല. പിന്നെ മാത്രമല്ല ഈ ഇപ്പോഴത്തെ യുദ്ധ രീതികൾ മാറി. പണ്ട് ഈ കരയുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോസിബിൾ ആയിട്ടുള്ള മാർഗ്ഗമല്ല. ഇവര് പിന്നെ അതിനനുസരിച്ച് ഇറാൻ നമ്മൾ എത്ര പ്രാകൃതമായിട്ടുള്ള ഇത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അവരുടെ ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് പ്രൊഫസർ തന്നെ പറയുന്നുണ്ട് ഈ ഡ്രോൺ മേഖലയിലും മിസൈൽ മേഖലയിലും ഇപ്പോൾ ഈ ലോകത്തിലൊരു ശക്തി തന്നെ ആയിട്ട് ഇവർ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇസ്രായേലിന്റെ അയൺ ഡോമിനെ അത് പ്രതിരോധിക്കാൻ കഴിയാത്ത മിസൈലുകൾ അയക്കുന്നു. ദുബായ് എയർപോർട്ടിന് സമീപം 2 ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ സലാലയിൽ ഒരു പെട്രോ കെമിക്കൽ പിന്നെ ഹബ്ബ് ആക്രമിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഡ്രോൺ വന്നു അതിപ്പോഴും കത്തുകയാണ്. തീർച്ചയായിട്ടും അതെ. ഇനി ഇപ്പുറത്തെ ഇസ്രായേൽ ജനത മുഴുവൻ ഇറാൻ അട്ടിമറിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവിടെയും ഇപ്പൊ ടെല്ലവീവിൽ തകർന്നുപോയ കെട്ടിടങ്ങളുണ്ട്, മരണപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, പരിക്കേറ്റവരുണ്ടാവാം, എല്ലാം വിട്ട് പലായനം ചെയ്ത ആളുകൾ ഉണ്ടാവാം. ഇതുപോലെ വലിയ പ്രതീക്ഷകളുമായി ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് 14 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഈ പക്ഷെ ഇറാനിൽ 1200 വലിയ തരത്തിലുള്ള അന്തരമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന അപ്പോഴും ആളുകൾ മരിക്കുന്നു, ജീവിതം നഷ്ടപ്പെടുന്നു. യുദ്ധം കൊണ്ട് ആരും ജയം ഉണ്ടാകുന്നില്ല. ഇത് നമ്മളെ പോലും ബാധിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും അതാ ഞാൻ പറയുന്നത്. നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ കേരളത്തിലെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം അവർക്ക് ഗ്യാസ് ഇല്ല. ഗ്യാസ് നമ്മുടെ അടുത്ത് കരുതൽ ശേഖരമില്ല. ആ കരുതൽ ശേഖരത്തിന് ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇപ്പൊ ഉള്ളത് എങ്ങനെ വിതരണം ചെയ്യുന്ന അറിയില്ല. ഇപ്പൊ ഹോട്ടലുകളെ അത് ബാധിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും സംഘർഷം അടുത്ത ഘട്ടത്തിലേക്ക് ഇരുന്ന ആശുപത്രികൾ, ഫാക്ടറികൾ, നമ്മുടെ തൊഴിലിടങ്ങൾ, ഇതിലെല്ലാം നമുക്ക് ഗ്യാസും ഈ ഇന്ധനവും ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് സ്വാഭാവികമായും ഇത് സർവനാശത്തിലേക്കുള്ള വഴി തുറന്നിട്ട് ആര് ജയിക്കും എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഒരാളുടെ ഈഗോ കൊണ്ടോ ഒരാളുടെ പിന്നെ തന്ത്രത്തിലെ പിഴവ് കൊണ്ടോ ഒരു രാജ്യത്തെ ആക്രമിക്കുകയും അതൊരു ആഗോള സംഘർഷം പോലെ ബാധിക്കും, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും, എല്ലാം ചെയ്യുന്നുള്ള ഈ ആദ്യമായി എനിക്ക് തോന്നിയൊരു രസകരമായ കാര്യം, നമ്മുടെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഈ നമ്മുടെ നാട്ടിലെ പല സംഘടനകളും ഇത് യുദ്ധവിരുദ്ധ റാലികളൊക്കെ നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ട ഒരു ട്രോള് പറഞ്ഞാൽ വിനോദയാത്ര എന്ന് പറയുന്ന സിനിമ ഈ പിന്നെ മീര ജാസ്മിൻ ചോദിക്കുന്ന ഡയലോഗുണ്ട് അരിക്ക് എത്ര വില എന്നറിയാമോ, ആ ഡയലോഗ് വെച്ച് അതിനെ ട്രോളെന്ന് കണ്ടു. ഇന്നലെ ഞാൻ ആ ട്രോൾ പോയി നോക്കി. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പം ഗ്യാസിന് എന്താ വില, ഗ്യാസ് കിട്ടിയോ നിന്റെ വീട്ടിൽ എന്ന് പറയും. അപ്പം ജനങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് അപരിചിതങ്ങളാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും പൊതുവിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളുകളാണ് കൂടുതലും ഈ യുദ്ധത്തിനെതിരെയും ഇത്തരത്തിലൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. പിന്നെ കൂടുതൽ സോഷ്യലി ചിന്തിക്കുന്ന ആളുകൾ, ജനാധിപത്യവാദികളായ ആളുകളൊക്കെ ഈ യുദ്ധത്തിനെതിരാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത, ഈ യുദ്ധത്തിന്റെ ചരിത്രം അറിയാത്ത, അല്ലെങ്കിൽ യുദ്ധത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത, ഇതെങ്ങനെ നമ്മളെ ബാധിക്കുന്ന അറിയാത്ത ആളുകൾ ഇപ്പോൾ പലതരത്തിൽ, ഇപ്പോൾ സന്ദേശം സിനിമയുടെ പഴയ സീനുകളൊക്കെ ഒരു കാലത്ത് അരാഷ്ട്രീയമായ ചർച്ചകൾക്ക് വിധേയമാക്കിയിരുന്ന സീനുകൾ ഇപ്പോൾ
ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ കോട്ടപ്പള്ളി എന്തുകൊണ്ടാണ് അതെ കോട്ടപ്പള്ളി എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കാൻ ഈ സംഘർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതൊരു കണക്കിന് ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ട്. അതെ അതെ തീർച്ചയായും. പശ്ചിമേഷ്യയിലെ സംഘർഷം നമ്മുടെ അടുക്കളയിൽ വരെ എത്തിയ ഈ സ്ഥിതിക്ക് ഈ യുദ്ധത്തിന്റെ അന്ത്യം ഒരിക്കലും ശുഭകരമായിരിക്കില്ല എന്ന് തന്നെയാണ് ബോണസ് കണ്ടന്റിൽ തോന്നുന്നത്.